ഗൈസ്, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം. അതായത് ഒരു സൺഡേ പറഞ്ഞാൽ വെറും ഒരു എന്താ പറയാ, റെസ്റ്റിംഗ് ഡേ എന്നാണ് എൻ്റെ ഒരു ഇത്, മനസ്സിലായോ? പക്ഷെ ഈ സൺഡേയിൽ കുറെ എഴുതാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണാം. രാവിലെ എണീറ്റിട്ട് പല്ലൊക്കെ തേച്ചുട്ടാ, ഇനിയിപ്പോ അത് കണ്ടില്ല പറയരുത്. പല്ല് തേച്ചു. ആൻഡ് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുറച്ച് പട്ടിണിയായി. കുഴപ്പമില്ല, നമ്മൾ ഹോസ്റ്റലിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് കുറേ ഒരു വലിയൊരു കടൽ പോലെ കിടക്കുന്ന ഒരു അസൈൻമെന്റ് ഉണ്ട്. അപ്പം നമ്മളത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് സുഖമായി കിടന്ന് ഉറങ്ങാം. വേഗം തീർത്തു കഴിഞ്ഞാൽ വേഗം റെസ്റ്റ് ചെയ്യാം. എത്രയൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശക്കും. നോർമലി അത് സ്വാഭാവികം. വിശക്കും, നമ്മൾ വയറ് എംപ്റ്റി ആയ പോലെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ബിസ്ക്കറ്റൊക്കെ കഴിക്കാം. അപ്പം നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. ഇതൊക്കെ വഴിയുള്ളൂ, അത് വേറെ വിഷയം. തിന്നെടുത്ത് വെച്ചാൽ തീറ്റ മാത്രമേ നടക്കുള്ളൂ, എഴുത്ത് നടക്കില്ല. അയ്യോ, ഈ മാർക്ക്, ഈ സാധനങ്ങളൊക്കെ മിക്കവാറും ഞാനിത് ഒരു സ്റ്റേഷനറി കട അവിടെ തുടങ്ങേണ്ടി വരും. നമ്മളുടെ കബോർഡ് നമ്മൾ ക്ലീൻ ചെയ്യും. കബോർഡ് ക്ലീൻ ചെയ്യുക പറഞ്ഞാൽ ഒരു വല്ലാത്ത ടാസ്ക്കാണ്. എന്തുകൊണ്ടെന്നാൽ ഇതാണ് കോലം, കണ്ടോ? ഇതെങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുക. ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും, എനിക്കൊരു പിടിയില്ല. ഓക്കെ, ലെറ്റ്സ് ക്ലീൻ ബ്രഷിംഗ് പാത്രം. ഇതുവരെ ഇതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്, കളയാൻ വേണ്ടത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് മണ്ടയിൽ. ഇതിലൊരു ആക്രി സാധനങ്ങളാണ്. നിങ്ങൾക്കൊരു സൂത്രം കഴിത്തരാം. എൻ്റെ +2 ID കാർഡ്. മൈ ഗോഡ്, ഇത് എനിക്ക് തുമ്മലിൽ പൊടി അടിച്ചിട്ട് ഇത്ര നേരം നമ്മൾക്ക് ബോറായിട്ട് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ കുറച്ച് വൈബായിട്ട് ഇങ്ങനെ വൃത്തിയാക്കാം. പാട്ടൊക്കെ കേട്ട് കുറച്ചിങ്ങനെ വൈബായിട്ട് നമ്മൾ വൃത്തിയാക്കാം. ഇവിടെ ഈ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ മെയിൻ ആക്കരുത്. നമ്മൾ ഇതിൽ നമ്മുടെ കാര്യം നമുക്ക് വൃത്തിയാക്കാം കേട്ടോ. എന്റെ മുഖർ കണ്ട് നിങ്ങളെ പേടിക്കണ്ട, കാരണം ഈ പിള്ളേന്റെ പണിയാണിത്. പോയാ മസ്കാര ഇട്ടെന്ന കോലാണ്. എനക്കണയാറുമില്ലയേ ഉനക്കത് തോണവില്ലയേ. ഇപ്പോൾ സമയം 11:40. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് കുളിക്കും. ഇനി നമുക്കൊരു വിസ്തരിച്ച് കുളിയുണ്ട്. അപ്പൊ തലയിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ലാവിഷായിട്ടുള്ള ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം. ഓക്കെ, നമ്മള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നട്ടുച്ചയാണ്. പക്ഷെ നോക്കൂ, ഇവിടെ സൂപ്പർ മഴ. വാവ്, എന്താടാ കുളിച്ച് നല്ല തണുപ്പ്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നട്ടുച്ചയ്ക്ക് ഇവിടെ മഴ പെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞു കണ്ടത്. ഇവിടെ ഇങ്ങനെ തോന്നിയ പോലെയൊക്കെയാണ് ക്ലൈമറ്റ്. സാപ്പിടാൻ പോവാം. ഇപ്പം നമ്മൾ രാവിലെ കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വയറ്റിന്ന് വെളി വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൂവി ടൈം. ഇന്ന് നമ്മൾ മൂവി ടൈമാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു സിനിമ സെറ്റപ്പ്, ഒരു ഡാർക്ക് വൈബൊക്കെ ആക്കിയിട്ട് ഇനി നമ്മൾ സിനിമ കാണാൻ പോകണം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്ര നേരം വ്ളോഗിൻ്റെ കാര്യം മറന്നു. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന പകുതി വരെ ഓർമ്മയുള്ളൂ. പക്ഷേ കാണിക്കാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ്, ഇത് ഒരു റെസ്റ്റിംഗ് ഡേ ആണ്. റീലെടുത്ത് കഴിഞ്ഞ് പിന്നെ സിനിമ കണ്ടു, പിന്നെ കടന്നു, എണീറ്റു, വീണ്ടും ഫോൺ നോക്കി, ഡിന്നർ കഴിച്ചു, ഇതാ വീണ്ടും എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഫോൺ നോക്കും, കിടക്കും, ഉറങ്ങും. ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ.